അടിപൊളിയായിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? കൊള്ളാം. ടേസ്റ്റ് ഉണ്ടോ? ഇങ്ങനെ വരുന്ന ആഴ്ച ആദ്യമായിട്ടാണോ? എന്നിട്ട് എങ്ങനെ തോന്നുന്നു? നല്ലതായിട്ടുണ്ടോ? ചിക്കൻ ഉണ്ട്, പിന്നെ ഇവിടെ ബീഫും ഉണ്ട്. ഇവിടെ സൈഡിലോട് ഇതിൻ്റെ അടിയിൽ മുട്ടയുടെ അടിയിൽ ബീഫ്, കുതിർന്ന പൊറോട്ടയും ആ ബീഫിൻ്റെ ചാറ്, ഇതൊരു ബീഫിൻ്റെ പീസും കൂടെ കയറട്ടെ. വെൽക്കം ബാക്ക് ടു ഫിനി ചാൻസ് വേൾഡ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന കിസൈസ് മദീന മോളിലുള്ള കാലിക്കറ്റ് ഫുഡീസിലാണ് എത്തിയിരിക്കുന്നത്. ഇതുകൊണ്ട് ഇവിടെ പുറത്തും അവർ ഇഷ്ടംപോലെ ടേബിൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അകത്തും നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അടിപൊളി ലുക്കാണ് ആ റെസ്റ്റോറൻറ്റ്, നല്ല ആംബിയൻസും ഒക്കെയാണ്. അതുപോലെ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അവിടുത്തെ ഇത്. നമുക്കവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ പീസ്ഫുള്ളായിട്ടിരുന്ന് കഴിച്ച് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കഴിക്കാൻ പോയിരിക്കുന്നത്. ആ ഐറ്റം ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് സമയമെടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആദ്യം കുറച്ച് ഇറച്ചിപ്പത്തിരിയും ഉള്ളിവടയും ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ ഇങ്ങനെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം എത്തി. നമ്മളെല്ലാവരും ദം പൊറോട്ട കഴിച്ചിട്ടുണ്ട്, പക്ഷേ ദം പുട്ട് കഴിച്ചിട്ടുണ്ടോ? ഇതാ ഞങ്ങൾ ആദ്യമായിട്ട് ദം പുട്ട് കഴിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ആ ഇലയൊക്കെ എടുത്ത് മാറ്റി. അപ്പോൾ എന്താ, നമ്മുടെ ദം പുട്ട് അവിടെ റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പുട്ടുണ്ട്, പിന്നെ നമുക്കതിനകത്ത് ചിക്കനുണ്ട്, മുട്ടയുണ്ട്, ബീഫുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അതായത് 3 പീസ് പുട്ട് അതിനകത്തുണ്ട്, പിന്നെ ചിക്കനുണ്ട്, മുട്ട, ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഈ ദം പുട്ട് എന്ന് പറയുന്നത്. ഇത് ദുബായിൽ വേറെ എങ്ങും ഇല്ല. ഇവരാണ് ആദ്യമായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനും ആദ്യമായിട്ടാണ് ഇതിനെക്കുറിച്ച് കേൾക്കുന്നതും കഴിക്കുന്നതും. അപ്പോൾ നമുക്കത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ആ പുട്ടും ആ ബീഫിൻ്റെ ഇതും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മളൊന്ന് കഴിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് ആ ചിക്കനും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കനും ബീഫും പുട്ടും കൂടെ ഒരുമിച്ച് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. കിടു ടേസ്റ്റ്. ഇത് നമ്മളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ദുബൈയിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാലിക്കറ്റ് ഫുഡീസിലേക്ക് പോവുക. നിങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റും. പാർക്കിങ്ങും അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോയി കഴിക്കാം. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നമ്മുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയും ബീഫും കൂടെ ഓർഡർ ചെയ്തു. നമുക്ക് അതിനെ ഒന്ന് കഴിച്ച് നോക്കാം അല്ലേ. ആദ്യം നമുക്ക് കുറച്ച് പൊറോട്ടയും കുറച്ച് ബീഫും, അതായത് ഇച്ചിരി ബീഫും ചാറും എടുത്തിട്ട് നമുക്കതൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാൻ. ഓക്കേ, അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു പൊറോട്ടയും ബീഫും കൂടെ എടുത്ത് കഴിച്ച് നോക്കുകയാണ്. ഓക്കെ, അത് നമുക്ക് അത്ര വലിയ പ്രത്യേകത എന്ന് പറയാനില്ല, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. നല്ല രുചിയുണ്ടായിരുന്നു. നിന്റെ ബീഫ് എന്തിടാ? അമ്മ എടുത്തോണ്ട് പോയി, തട്ടിക്കൊണ്ട് പോയി. അമ്മ തിരിച്ചുകൊണ്ടിരുന്നു. അടിയാണ് ബീഫും പൊറോട്ടയും. അവന് വേണ്ടാണ്ട് എന്റെ പ്ലേറ്റ് ഇട്ടിട്ട് അവൻ പറഞ്ഞ ചീറ്റിംഗ് ആണ്. രണ്ടുപേരോട് വഴക്കുണ്ടാക്കി നടന്നു പൊറോട്ടയ്ക്കും ബീഫിനും വേണ്ടി. എന്തു ഇത്? നല്ല ബീഫ് കേട്ടോ. ബീഫല്ല പൊറോട്ട നിന്നാ സോഫ്റ്റ് പൊറോട്ട. കഴിക്കട നീ പൊറോട്ട മൊത്തം തിന്ന് നിർത്തോടാ? ഇല്ല. എന്ത് പിന്നെ പൊറോട്ട? എടുത്തോണ്ട് പോയി. അമ്മ എടുത്തോണ്ട് പോയോ? ഇവിടെ ക്യാമറ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ എടുത്തോണ്ട് പോയതാ? ഇത് അമ്മ എടുത്തോണ്ട് പോയ ലോട്ട. അമ്മ തരുന്ന ലോട്ട. ഞാൻ പൊറോട്ട ഇങ്ങനെ കുതിരൊക്കെ
കുതിരു പൊറോട്ട. നമുക്കിനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സോഫ്റ്റ് പൊറോട്ട കുതിരി. നമ്മുടെ ബീഫ് ഇവിടെ കുതിർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ബീഫല്ലല്ലോ, പൊറോട്ട കുതിർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം അല്ലേ. പൊറോട്ട, കുതിർന്ന പൊറോട്ട. കുതിർന്ന പൊറോട്ടയും ആ ബീഫിൻ്റെ ചാറ്, ഇതൊരു ബീഫിൻ്റെ പീസും കൂടെ കയറട്ടെ. ഞാൻ അങ്ങോട്ട് എടുക്കണം. സൂപ്പർ.